വാട്സാപ്പിൽ ഇതാ വീണ്ടും പുതിയ ഫീച്ചറുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആൻഡ്രോയിഡ് മൊബൈലിലും വാട്സാപ്പിൽ ഡോക്യുമെന്റിന്റെ ഫീച്ചർ വന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനു പുറമെയാണ് വീണ്ടും പുതിയ ഫീച്ചറുകൾ വാട്സാപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഫീച്ചർ, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചർ ആണെങ്കിലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറുകളാണ് വാട്സാപ്പ് ഇപ്പോൾ വീണ്ടും അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ആ ഫീച്ചറുകൾ വന്നിരിക്കും. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ വാട്സാപ്പിൽ ഒരാൾക്ക് വോയിസ് മെസ്സേജ് എങ്ങനെ അയക്കാം? വാട്സാപ്പ് തുറന്നിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ഈ മൈക്കിന്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്തുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും, ആവശ്യത്തിന് സംസാരിക്കും, എന്നിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ചില ആളുകൾ ചെയ്യുന്നത് നമ്മൾ ആ ഒരു മൈക്കിന്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ലോക്ക് ചെയ്തിടും, എന്നിട്ട് ആവശ്യത്തിന് സംസാരിച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യും. അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പുതിയ ഫീച്ചറിൽ മൈക്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ടച്ച് ചെയ്താൽ നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കാം. ആവശ്യത്തിന് സംസാരിച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിലും ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ നമുക്കൊന്ന് നോക്കാം. അത് തീംസിലാണ്. ഇപ്പോൾ വാട്സാപ്പ് തുറന്നിട്ട് ഞാനിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ തന്നെ ചാറ്റ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മുകളിൽ തന്നെ തീംസ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ഡിഫോൾട്ട്, ലൈറ്റ്, ഡാർക്ക് എന്ന തീമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. തൊട്ട് താഴെ ഡിഫോൾട്ട് ചാറ്റ് തീം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് തീമുകൾ ഇവിടെ വാട്സാപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഓരോന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് കൂട്ടാം, കുറക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന് പുറമെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഫീച്ചർ ഇവിടെ AI ഫീച്ചർ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AI തന്നെ നല്ല നല്ല തീമുകൾ തരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ തീമുണ്ട്. ഇനി നമുക്കായിട്ടുള്ള ഒരു തീം വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തിൻ്റെ തീമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ബേർഡ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള തീം AI തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കണ്ടോ, കുറച്ച് ബേർഡുകൾ ദാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇഷ്ടമുള്ള ബേർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ തീമാക്കി മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ ഇവിടെ തന്നെ ഇടതുവശത്ത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ബേർഡുകൾ അവർ നൽകും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഫീച്ചർ, അതായത് ഡോക്യുമെന്റിന്റെ ഫീച്ചർ, ഏതെങ്കിലും ഒരു ചാറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ പിന്നിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് സ്കാനറിന്റെ ഫീച്ചർ വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവലായിട്ടും സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല ക്ലാരിറ്റിയോടുകൂടി വാട്സാപ്പിലൂടെ തന്നെ ഒരു സ്കാനറിന്റെയും ആവശ്യമില്ല. ഇവർ തന്നെ നൽകുന്ന സ്കാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഡോക്യുമെന്റും ഏത് ഫോട്ടോവും ഏതും നമുക്ക് സ്കാൻ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഫീച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വരും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.